ഇന്ത്യയിൽ അഞ്ചാം ഘട്ട ഇലക്ഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഘട്ടങ്ങളിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പല പ്രതിഭാസങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രസ്താവനകളെല്ലാം തന്നെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും മുസ്ലിം വിരുദ്ധമായതും ഒക്കെ മാറ്റിയിരിക്കുന്നു. തീവ്ര ഹിന്ദു മുഖമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. അയോധ്യ കോൺഗ്രസ് ഗവൺമെൻറ് വരികയാണ്, പൊളിച്ചു കളയുമെന്ന് കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വിധത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ വന്ന സാഹചര്യത്തിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രതിഭാസം, ആർക്കാണ് ഇതുവരെയുള്ള വിജയം ഉണ്ടാകുന്നത് എന്ന് ഇവയെക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനും അതേപോലെ കർഷക സമര നേതാവായ PT ജോണാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. അതായത് 5ാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 5ാം ഘട്ട ഇലക്ഷൻ്റെ അവസാന സമയമാണ്. ഈ സന്ദർഭത്തിൽ അങ്ങ് ഡൽഹിയിലും അതേപോലെ രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലെല്ലാം സഞ്ചരിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് അവിടുത്തെ മിടിപ്പ് അറിയാവുന്നതാണ്. എന്താണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമുക്ക് പലതരം വേഷങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലം മുതലുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഓരോ സ്ട്രാറ്റജികളും വളരെ വിജയകരമായി നടത്തിയിട്ടുള്ള ആളാണ്. രാജ്യത്തെ ജവാന്മാർ കൊല്ലപ്പെടുന്ന പുൽവാമ സംഭവം ഉൾപ്പെടെ നടന്നു എന്നുള്ളത് നമുക്കറിയാം. ബാലാക്കോട്ട്, പുൽവാമ എന്ത് ക്രൂരത കാണിച്ചിട്ടും ഇപ്പോൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നടന്ന അതിഭീകരമായ തീവണ്ടി കൊലയും അതിനെ തുടർന്നുണ്ടായ വർഗീയ കലാപമൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണല്ലോ. അപ്പോൾ അധികാരം കൈയാളാൻ വേണ്ടി, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് തരം ക്രിമിനൽ ഒഫൻസസും ചെയ്യുന്നതിന് മടിയില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ വരുന്നവരെ അങ്ങനെ ആയിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം വമിച്ചിട്ടുള്ള വിഷം എന്ന് പറയുന്നത് നമുക്ക് അത് BJPയെ തന്നെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രവൃത്തികളുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. അത്തരം സമീപനങ്ങളോട് RSS ഉൾപ്പെടെയുള്ള ആളുകൾക്ക് യാതൊരു തരം യോജിപ്പുമില്ല. അവർ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ രംഗത്തേക്ക് വരാതെയും തെരഞ്ഞെടുപ്പ് പ്രചരണ മേഖലയിലേക്ക് വരാതെയും മാറി നിൽക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്കൊരു സ്വദേശി സാമ്പത്തിക നയം എന്ന് പറയുന്നത് RSSൻ്റെ പ്രഖ്യാപിത നയമാണ്. സ്വന്തം രാജ്യവും സ്വന്തം രാജ്യത്തിൻ്റെ ആ സംസ്കാരമാണ് അവർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റേതായ ഒരു സാമ്പത്തിക ശാസ്ത്രം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം എതിരായി കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കുറച്ച് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സമസ്ത സമ്പത്തുകളെയും രാജ്യത്തിൻ്റെ മുഴുവൻ യശസ്സിനെയും നശിപ്പിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മാത്രം താല്പര്യവും തീരുമാനവും അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനെതിരായി അതിനെതിരായി RSSൻ്റെ ഭാഗത്തു നിന്ന് സമീപനമുണ്ടായി എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാവുന്ന ഒരു സംഭവമാണ് JP നഡ്ഡയുടെ മിനിഞ്ഞാന്നുള്ള പ്രസ്താവന. അത് വളരെ ഗൗരവമായുള്ള ഒരു പ്രസ്താവനയായിരുന്നു. RSSന്റെ സഹായം ആവശ്യമില്ല എന്നുള്ള ഒരു പ്രസ്താവന നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള ഇലക്ഷൻ്റെ മൂർധന്യാവസ്ഥയിൽ അതെന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. RSSൻ്റെ സഹായമില്ലാതെ, RSSൻ്റെ പിന്തുണയില്ലാതെ നിലനിൽക്കാനുള്ള പ്രാപ്തിയും കരുത്തും ശക്തിയും ഞങ്ങൾ നേടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് RSSൻ്റെ പിന്തുണയും സഹകരണവും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല എന്ന നിലയിൽ JP നഡ്ഡ എടുത്ത നിലപാട് യഥാർത്ഥത്തിൽ എവിടെയാണ് RSSുമായി ഇവർക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഞങ്ങളിന്ന് കർഷക സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ കർഷക സമരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് RSSിലുണ്ടായിരുന്ന KN ഗോവിന്ദാചാര്യരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രൂപ്പ് കോർപ്പറേറ്റ് ആധിപത്യത്തിന് കീഴിലേക്ക് സാമ്രാജ്യത്വ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള
പദ്ധതികളും ആസൂത്രണങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന RSSനോട് ഏറ്റുമുട്ടി RSSൽ നിന്ന് പുറത്തു വന്ന ഗ്രൂപ്പാണ് ഗോവിന്ദാചാര്യ ഗ്രൂപ്പ്, കർഷക. ആ ഗോവിന്ദാചാര്യ രൂപീകരിച്ച രാഷ്ട്രീയ സ്വാഭിമാന ആന്തോളൻ്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘം ഉണ്ടായത്. അത് പിന്നീട് വളർന്ന് ഇപ്പോൾ സമരരംഗത്ത് നിൽക്കുന്ന സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ, അത് ഈ സമരരംഗത്തുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഫ്രാക്ഷനാണത്, സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ. അവരും കിസാൻ മസ്ദൂർ മോർച്ചയുമാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ നേതൃത്വം നടക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇടതുപക്ഷ പാർട്ടികൾ CPIM-ഉം അവരുടെ ഗ്രൂപ്പ് ഒക്കെ സംയുക്ത കിസാൻ മോർച്ച പുറത്തു നിൽക്കുകയും ഈ സമരത്തോടൊപ്പം വരാതിരിക്കുകയും ഇതിനെതിരായ സ്റ്റാൻഡ് എടുക്കുകയും ചെയ്ത് മാറി നിന്നിട്ടുള്ളത്. അപ്പോൾ ഈ RSSനകത്ത് തന്നെ സ്വദേശി പക്ഷത്ത് സ്വദേശി സാമ്പത്തിക നയം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ അവരുടെ നയമതായിരുന്നു. അതിന് വിരുദ്ധമായി RSS പോയപ്പോൾ അതിനെതിരായി ഫൈറ്റ് ചെയ്ത ആളുകൾ, RSSൽ നിന്ന് പുറത്തു വന്നവർ ഇന്ന് മോദി ഗവൺമെൻറ്റിനെതിരായ അതിശക്തമായ കർഷക പ്രക്ഷോഭ രംഗത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് വിശകലനം ചെയ്യുമ്പോൾ BJP അഖിലേന്ത്യാ പ്രസിഡൻറ്റ് RSSനെതിരായി പച്ചയ്ക്ക് വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമ്പൂർണ്ണമായി BJP നേതൃത്വം കോർപ്പറേറ്റ് മാഫിയയുടെ കയ്യിൽ അമർന്നിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ കോർപ്പറേറ്റ് മുതലാളിത്തം മതി ഞങ്ങൾക്ക്, സ്വദേശി മൂവ്മെൻറ്റിൻ്റെ പേരിലോ സ്വദേശി സാമ്പത്തിക നയം നടപ്പാക്കുന്ന RSSൻ്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ശക്തിയുടെ കരുത്തിലാണ് ഇവർ ഞങ്ങൾ എല്ലാം നേടാനാകുന്നവരാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നരേന്ദ്രമോദി പറഞ്ഞു തുടങ്ങിയ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ പുള്ളി പറഞ്ഞിരുന്നത് മുഴുവൻ മോദി ഗ്യാരണ്ടി എന്നാണ്. എല്ലായിടത്തും പറഞ്ഞിരുന്നത് മോദി ഗ്യാരണ്ടി എന്ന്. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് മിണ്ടാട്ടില്ലല്ലോ. കാരണം ആ ഗ്യാരണ്ടി വർക്കൗട്ട് ചെയ്യുന്നില്ല. കാരണം കർഷകർക്ക് നൽകിയ ഗ്യാരണ്ടി, കർഷകരുടെ ഒന്നാം കർഷക പ്രക്ഷോഭത്തിനൊടുവിൽ ഒപ്പിട്ട കരാറിലെ ഒരു കരാർ പോലും നടപ്പാക്കാതിരുന്ന മോഡി കർഷകരോട് ഗ്യാരണ്ടിയും പറഞ്ഞു വന്നാൽ കർഷകർ അംഗീകരിക്കുമോ? തൊഴിലാളികൾ അംഗീകരിക്കുമോ? ലേബർ കോഡ്, ഇന്ത്യയിലെ 46 നിയമങ്ങളെയാണ് ദുർബലപ്പെടുത്തിയിട്ട് ലേബർ കോഡ് എന്ന് പറഞ്ഞ 3 ലേബർ കോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തൊഴിലാളികൾ അംഗീകരിക്കുമോ? അപ്പോൾ ഇതൊക്കെ എതിരായി തൊഴിലാളികളും കർഷകരുമൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഓപ്പറേഷൻ, പിന്നീട് നമ്മൾ കാണുന്ന സംഗതി എന്താ? അതിഭയങ്കരമായി ഇസ്ലാം വിരുദ്ധത്തെ പ്രചരിപ്പിക്കുക. ആ ഇസ്ലാം വിരുദ്ധത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നിങ്ങളുടെ കെട്ടുതാലി പോലും പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊണ്ട് കൊടുക്കും കോൺഗ്രസും മൻമോഹൻ സിംഗിന്റെ ആളുകളും. അയോധ്യ പൊളിക്കും. ഏതായാലും അയാൾ പാർലമെന്റ് പൊളിക്കുന്നു പറഞ്ഞില്ലല്ലോ. പുതിയ പാർലമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ളൊരു പ്രചരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ആ കസേരയ്ക്ക് തന്നെ അപമാനകരമാവുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അറപ്പും വെറുപ്പും ആളുകൾക്കുണ്ടാവുകയും ആ ആളുകൾ BJPക്കെതിരെ വോട്ട് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ BJPക്കെതിരായി വോട്ട് ചെയ്യുന്ന സ്ഥിതി വരും. കടുത്ത ഹിന്ദുത്വ വർഗീയവാദികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിനെ ഒക്കെ സ്വീകരിക്കാൻ ഒരു പക്ഷേ പറ്റുള്ളൂ. അത് ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നിരുന്ന ഒരാളാണ്. കോൺഗ്രസ് പാർട്ടി മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും ഭാഗമാകുന്ന തരത്തിലുള്ള ആഗോളവൽക്കരണ പ്രക്രിയ തുടങ്ങിയപ്പോൾ അതിനോട് കൺഫ്രണ്ട് ചെയ്തിട്ടാണ് ഇന്ന് പുറത്തു വന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുപോയിരുന്ന ഒരു സമ്മിശ്ര സമ്പദ്ഘടന, ആ സമ്മിശ്ര സമ്പദ്ഘടനയെ തകർക്കുന്ന തരത്തിലേക്ക് പോകുന്നു. സോഷ്യലിസം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മുഖ്യധാരയിൽ വേണ്ടെന്ന് വെക്കുന്നിടത്താണ് അതിനോട് ഏറ്റുമുട്ടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്നെപ്പോലെയുള്ള ആളുകൾ പല പാർട്ടികളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ RSSൽ നിന്നും പുറത്തു വന്നവരൊക്കെയാണ് ഇപ്പോൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങൾ മുഴുവൻ അത് ഓരോന്നിടത്തും നിങ്ങൾ നോക്കിക്കോ. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് മുതൽ ഇതുവരെയുള്ള പ്രചരണങ്ങൾ, പ്രസംഗങ്ങൾ, നടപടികൾ, ഓരോ നടപടികളും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളായാലും ഇതെല്ലാം തന്നെ
BJPക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ നടപടി എന്ന് നമ്മൾ നമുക്ക് കാണാൻ കാണേണ്ടത്. സാധിക്കും. BJP ഇത്തവണ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്? എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം ഇത്രയും ഇങ്ങനെയൊക്കെ വളരെ ബുദ്ധിമാനായ നമ്മളെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നേതാവായി വളർന്നിട്ടുള്ള, ലോകം മുഴുവൻ അംഗീകരിക്കുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണല്ലോ. അതെ. അപ്പൊ ആ നേതാവ് തന്റെ 2 ടൈം കഴിഞ്ഞ് 3-ാം ടൈമിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ കെജ്രിവാൾ ഒരു ബോംബ് പൊട്ടിച്ചു. 75-ാം വയസ്സിൽ കഴിഞ്ഞാൽ മോദി മാറും, അപ്പൊ അമിത്ഷായെ കൊണ്ടുവരാനുള്ള തന്ത്രമാണ് എന്ന് പറയുമ്പോൾ തന്നെ കേജ്രിവാൾ അധികാരത്തിൽ വരാതിരിക്കാനുള്ള തന്ത്രമല്ല ഇപ്പൊ ശരിക്കും പയറ്റുന്നത്. കേജ്രിവാൾ തടവറയിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ കൊടുത്ത 2 അടിയും BJP നല്ല വിഷമത്തിലായ സംഗതികളാണ്. BJPക്ക് അകത്ത് സംഘർഷം വർദ്ധിപ്പിക്കുക എന്ന സ്ട്രാറ്റജിയിൽ തന്നെയാണ് കേജ്രിവാൾ പറഞ്ഞതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൂചനകളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് RSSകാരായിരുന്ന 102 ആളുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങളായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ. ആ മുഴുവൻ ആളുകളെയും ഇത്തവണ നരേന്ദ്രമോദി കാൻഡിഡേച്ചറിൽ നിന്ന് മാറ്റി. അവരെ പ്രവർത്തനത്തിൽ നിന്ന് മാറി. കാഡേഴ്സ് ആരും പ്രവർത്തന മേഖലയിലുണ്ടായില്ല. RSSകാരായിരുന്ന എന്ന് പറഞ്ഞാൽ RSS അതിൻ്റെ മുകളിൽ ക്ലെയിം ഒന്നും കൊണ്ടുവരൊന്നുമില്ല. RSS അത്തരത്തിലുള്ള ഒരു നാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമാവാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുമല്ല. അവരുടെ ലൈൻ തന്നെ വേറൊരു രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരതിൻ്റെ ഒരു പരാതിക്കാരൊന്നും ആവില്ല. പക്ഷേ മുമ്പ് RSS ട്രെയിനിങ് കഴിഞ്ഞ് RSSകാരായിരുന്ന ആളുകൾ പാർലമെൻറ്റ് അംഗങ്ങളായിരുന്ന ആളുകളെ മുഴുവൻ മാറ്റുമ്പോൾ സാമാന്യ രീതിയിൽ അതിന് പാലിക്കേണ്ടുന്ന മിനിമം മര്യാദ പോലും പാലിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ RSS ഈ തെരഞ്ഞെടുപ്പിനകത്ത് വേണ്ടത്ര അവരുടെ ഒരു കാഡർ വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല. അവരൊക്കെ ചിലപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ തിരിച്ച് അവരെടുക്കേണ്ട എഫേർട്ട് ഒരു കാൻഡിഡേറ്റിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് അവരെടുത്തിട്ടില്ല എന്ന് നിർജ്ജീവമായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കാണാൻ പറ്റും. ഈ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ CTV അടക്കമുള്ള ചാനലുകളെല്ലാം സപ്പോർട്ട് ചെയ്ത് പൂർണ്ണമായിട്ടും ഇവര് അധികാരത്തിൽ ഒരു 400 സീറ്റ് കിട്ടുന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ അവർ തകിടം പറഞ്ഞതായിട്ട് നമ്മളിപ്പോൾ ഈ ഗോദി മീഡിയ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വെറുതെ അല്ല. സകലമാന മീഡിയാസിനെയും സമ്പൂർണ്ണമായി കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ഭരണകൂടവും പാർട്ടിയും തീരുമാനിക്കുന്നതിനനുസരിച്ച് മീഡിയയെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി കൊണ്ടു നടന്നെടുത്തുനിന്ന് തെരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടം കഴിയുമ്പോഴേക്ക് തന്നെ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എന്താണ് ഫീൽഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലനം, ഈ നാടിൻ്റെ തൊഴിലില്ലായ്മയെയും വിലക്കയറ്റത്തെയും 100,000 പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കുറിച്ച് ആളുകൾ അസ്വസ്ഥരാണ്. ആളുകളുടെ ഭാഗത്തുള്ള പ്രതികരണം BJPക്ക് അനുകൂലമല്ല എന്ന സൂചനകൾ കിട്ടിത്തുടങ്ങിയതിനെ തുടർന്നാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ഇന്ത്യ മുന്നണിക്ക് പ്രചരണം കൊടുക്കുവാനും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രൊജക്റ്റ് ചെയ്യുവാനും BJPക്കെതിരായി കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നത്. മറ്റതായിരുന്നില്ല സ്ഥിതി. ഇന്നിപ്പോൾ ഞങ്ങളുടെ കർഷക സമരത്തിന് 100-ാം ദിവസം, 2ാം കർഷക പ്രക്ഷോഭത്തിന് 100-ാം ദിവസമാവുകയാണ് മറ്റന്നാൾ 22-ാം തീയതി. നമ്മൾ 1,00,000 കർഷകർ ബോർഡറിൽ ഒത്തുചേരും. ആ ഒത്തുചേരലിലൂടെ ആരധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വരുന്നവരോട് ഞങ്ങളുടെ അവകാശം പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. മോദി ആയാലും ശരി, അദാനി എന്താ പറയുക, അമിത്ഷാ ആയാലും ശരി, ഇനി ഇന്ത്യ മുന്നണി ആയാലും ശരി, ആരധികാരത്തിൽ വന്നാലും MSP നിയമപരമായി നടപ്പാക്കുന്ന നിയമം, ഗ്യാരണ്ടി ചെയ്യുന്ന നിയമം പാസ്സാക്കി കിട്ടും വരെ സമരം എന്ന് തീരുമാനിച്ചു പോയിട്ടുള്ളതാണ്. അത് തുടരുക തന്നെ ചെയ്യും. നരേന്ദ്രമോദി സർക്കാർ അവർ തന്നെ കുഴിച്ച കുഴിയിൽ വീണ് അന്ത്യശ്വാസം വലിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാണുന്ന എല്ലാ സംഗതികളും അതാണ്. ഇപ്പോൾ ഖട്ടറിനെ പോലെ, മനോഹർലാൽ ഖട്ടറിനെ പോലെയുള്ള ഒരു പ്രബലനായ നേതാവിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഹരിയാനയിൽ 10-ൽ 10 സീറ്റും BJP ജയിച്ച സ്ഥലമാണ്. 1 സീറ്റ് ഇത്തവണ BJPക്ക് കിട്ടില്ല എന്ന് ഞാൻ ചലഞ്ച് ചെയ്യാണ്. BJP
കാരണം നിങ്ങൾ ആതങ്കവാദികൾ, നിങ്ങൾ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചതല്ല ഞങ്ങളെ, പിന്നെ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് എന്തിനാണ് എന്ന് ചോദിക്കുന്ന കർഷകന്റെ മുമ്പിൽ ഇവർക്ക് മറുപടിയില്ല. നരേന്ദ്രമോദി വന്നപ്പോൾ നരേന്ദ്രമോദിയും ചോദ്യം വളരെ പ്രധാനപ്പെട്ട സംഭവം നടന്നു. ഈ ചോദ്യം ചെയ്യലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇയാളുടെ ചെയ്തികൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത്തവണ BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിൽ ഒരൊറ്റയാളെ കാരണക്കാരനുള്ളൂ, അത് നരേന്ദ്രമോദി മാത്രമായിരിക്കും. നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഇത്തവണ BJPയെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണിയെ കൊണ്ടുവരികയും പിന്നീട് ഒരു 5-6 ഒരു കൊല്ലോ കാലം കഴിയുമ്പോൾ ഇവർ തമ്മിൽ തല്ലി പിരിഞ്ഞ് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്യുക എന്നതും പിന്നീട് അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവുക എന്നുള്ള ലക്ഷ്യവുമാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ ആ സാധ്യതയെക്കുറിച്ച് എന്താണ്? അതൊന്നും നമുക്ക് അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് അദ്ദേഹം കൂട്ടി വെച്ചിട്ടുള്ളതെന്ന് അറിയാൻ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഊഹാപോഹങ്ങളും ചിന്തകളൊക്കെ ഉണ്ടാവാം. എന്തായാലും ഇന്ന് നമ്മൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ വ്യാപൃതരായിരിക്കുന്നതിന് ആധാരം രാജ്യം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് എന്ന കരുതൽ ആളുകൾക്ക് വന്നിരിക്കുന്നു. ഈ വാഹനം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ സ്വയം രക്ഷപ്പെടലിന് വേണ്ടിയിട്ടുള്ള ഒരു 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 നെട്ടോട്ടത്തിലാണ് ആളുകളുള്ളത്. ഇവിടെ നരേന്ദ്രമോദി എന്ത് സ്വപ്നം കണ്ടാലും ഈ ഗവൺമെൻറ് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഗവൺമെൻറ് എന്താണ് ഏത് തരത്തിലാണെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസ്സിന് ഒരിക്കലും ഗവൺമെൻറ് ഉണ്ടാക്കിക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളൊക്കെ കൂടെ ഏത് തരത്തിൽ സർക്കാർ ഉണ്ടാക്കും പറയാൻ പറ്റില്ല. അത് നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനിയിപ്പോൾ പുതിയ സർക്കാർ വരുന്നതിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു സാധനം, ഇന്ത്യയിൽ വലിയ മാറ്റം, ചെറുതല്ല വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അത്രയും 400 സീറ്റ് ഗ്യാരണ്ടിയായി പറഞ്ഞു വന്ന ഒരു സർക്കാരിന് ഇന്ന് 400 വർത്താനമൊന്നും ഇല്ല. ഇന്ന് അവർ നിലനിൽപ്പിൻ്റെ ഇന്നിപ്പോൾ ഈ 59 സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ 57 114 സീറ്റും കൂടിയാണ് പിന്നെ നടക്കാനുള്ളത്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയുള്ള പോളിങ്ങും കൂടി കഴിയുമ്പോഴത്തേക്ക് UPയുടെ ട്രെൻഡ് പക്ക നമുക്കറിയാൻ പറ്റും. UP ട്രെൻഡ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് 1 സീറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് BJPക്ക്. അത് വസ്തുതാപരമല്ല, പക്ഷെ എന്നിരുന്നാലും ഒരു ട്രെൻഡ് മനസ്സിലാക്കിയുള്ള സംസാരമല്ലേ? കാരണം ഫഹൽപൂരിലെ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം, സമാജ്വാദിന്റെ യാദവും അഖിലേഷ് യാദവും ഇദ്ദേഹം കൂടിയുള്ള പ്രസംഗിക്കാൻ വന്നപ്പോൾ ജനക്കൂട്ടം പ്രളയം മാതിരി വന്നു എന്നാണ്. അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്നാണ്. അത് ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ ജനാധിപത്യ സംവിധാനം, നമ്മുടെ മതേതരത്വ സംഹിത, നമ്മുടെ ഭരണ സംവിധാനം എന്നൊക്കെ പറയുന്നത് ലോകത്ത് ഇത്രയും മഹത്തായൊരു സ്ഥാനം ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു 4 ഗുജറാത്തികൾ, ഒരു അമിത്ഷയും മോദിയും അദാനിയും അംബാനിയും ഒക്കെ കൂടെ ചേരുന്ന സംഘം ഇതിനെ സർവനാശത്തിലെത്തിക്കുന്നു എന്ന തോന്നലിൽ നിന്ന് തന്നെയാണ് RSSന് പോലും അതിശക്തമായൊരു നിലപാടെടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അങ്ങനെ അവരെടുത്ത നിലപാടിൻ്റെ പരിണിതഫലമായി നരേന്ദ്രമോദിയാൽ കുഴിച്ച കുഴിയിൽ നരേന്ദ്രമോദി വീഴുന്നതോടുകൂടി ഇന്ത്യയുടെ രക്ഷ ആരംഭിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞ പ്രകാരം നരേന്ദ്രമോദി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി എന്നുള്ള തോന്നലാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ്റെ 5-ാം ഘട്ടം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി തന്നെ കുഴി കുഴിക്കുന്നു BJPക്ക് എന്നുള്ള ഒരു തോന്നലാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് PT ജോൺ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.